ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീരഞ്ജിനി മാഡം ആ കണ്ടക്ടറെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ നാവിൽ നിന്ന് തന്നെ ആ ഒറ്റക്കാലം ബേബിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രീരഞ്ജിനി മാഡത്തിന് കിട്ടുന്നു. ഉടനെ തന്നെ അയാളെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞ കണ്ടക്ടറുടെ സംസാരത്തിൽ നിന്ന് അത് ഒറ്റക്കാലം ബേബിയാണെന്ന് തിരിച്ചറിഞ്ഞ ശ്രീരഞ്ജിനിയോട് ആശങ്കയോടെ കണ്ടക്ടർ ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? ഇനി ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കയറി പോടുവാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനായി കണ്ടക്ടറോട് ശ്രീരഞ്ജിനി മാഡം അറിയിച്ചു. വണ്ടി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ആ കോൺസ്റ്റബിളിനോട് ശ്രീരഞ്ജിനി പറഞ്ഞു, അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കുട്ടികൾ അകപ്പെട്ടിരിക്കുന്നത് ഒരു നൊട്ടോറിയസ് ക്രിമിനലായ ഒറ്റക്കാലം ബേബിയുടെ പക്കലാണ് എന്ന് അറിയിച്ചു. അവൻ്റെ സാധാരണ ആയിട്ടുള്ള വിനോദവും ഇതുതന്നെയാണ്. കൊച്ചുകുട്ടികളുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ തട്ടിയെടുക്കുക, അതാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് അവൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും കുടിയിലും കഞ്ചാവടിച്ചും നടക്കുന്ന ഒരു ലഹരിക്ക് അടിമയായ ഒരുത്തനാണ്. അവൻ്റെ ഒരു കാലം നഷ്ടമായത് ജന്മനാലല്ല, മറിച്ച് അവൻ്റെ ഈ പ്രവൃത്തിക്ക് ഇരയായ അവൻ്റെ ഇത്തരത്തിലുള്ള നീച പ്രവൃത്തിക്കിരയായ ഒരു കുട്ടിയുടെ അച്ഛൻ തല്ലി ഓടിച്ചതാണ് അവൻ്റെ ഒരു കാല്. അവൻ്റെ കയ്യിൽ കിട്ടിയാൽ കുട്ടികളുടെ കാര്യം ആപത്താണ് എന്ന് ശ്രീരഞ്ജിനി മാഡം പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ ചോദിച്ചു, അല്ല മാഡം, അയാൾ ആ കുട്ടിയുടെ മാല കളഞ്ഞു കിട്ടിയതും അത് കണ്ടക്ടറുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നല്ലേ മാഡം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീരഞ്ജിനി പറഞ്ഞു, അതൊക്കെ ആ കുട്ടികളുടെയും മറ്റുള്ളവരുടെയും വിശ്വാസം നേടിയെടുക്കാനുള്ള അവൻ്റെ ചില പൊടിക്കൈകൾ മാത്രമാണ്. എത്രയും വേഗം കുട്ടികളെ കണ്ടെത്തിയേ തീരൂ, അല്ല എങ്കിൽ കുട്ടികളുടെ ജീവൻ ആപത്താണ് എന്ന് വീണ്ടും ശ്രീരഞ്ജിനി അറിയിച്ചു. ഉടനെ തന്നെ നമുക്ക് അവരെ കണ്ടെത്തിയേ തീരൂ എന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം കാറും എടുത്ത് പുറപ്പെടുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീരഞ്ജിനി മാഡം കുട്ടികളെ അന്വേഷിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ വിഷ്ണുവും രോഹിത്തും ശ്യാമയും കൂടി അവിടേക്ക് ആ മീൻപാറയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് ആലോചിച്ചു, അല്ല, എന്തിനായിരിക്കും അവർ മീൻപാറയിലേക്ക് പോയത്? അവിടെ എന്തായിരിക്കും കാര്യം എന്ന് ആലോചിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, അതെ, നിങ്ങൾ ടെൻഷനാവുകയൊന്നും വേണ്ട, കുട്ടികൾക്കൊന്നും പറ്റില്ല. ഉടനെ തന്നെ പോലീസും അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ പോലീസ് എന്തായാലും ഉടനെ വിവരങ്ങൾ നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ടല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ശ്യാമ മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാം കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി പറഞ്ഞ് ഏൽപ്പിച്ചതാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളെ വിളിച്ച് വിവരം അറിയിക്കണമെന്നുള്ളത് എനിക്ക് വഴിയുണ്ടാകാതിരിക്കാൻ, എനിക്ക് എൻ്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടാതിരിക്കാനായി കൃത്യമായി കുഞ്ഞേച്ചി ചെയ്ത നീക്കമാണിത്. എൻ്റെ കുഞ്ഞേച്ചിയുടെ സ്വന്തം മക്കളെയാണ് കാണാതായിരിക്കുന്നത്. ആ നിമിഷവും കുഞ്ഞേച്ചി എൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ടല്ലോ. കുഞ്ഞേച്ചിയുടെ മനസ്സ് വലിയ മനസ്സാണ് എന്ന് ശ്യാമ മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും കുറേ ദൂരം നടന്നതിന് ശേഷം ആ റോഡിനരികിലേക്ക് എത്തിയപ്പോൾ ഇരുവർക്കും നടന്ന് ആകെ അവസരമായി. അപ്പോഴാണ് പപ്പി സത്യയോട് പറഞ്ഞത്, സത്യ, മടുത്തു, എനിക്കിനി നടക്കാൻ വയ്യ, എൻ്റെ കാലിന് വേദന എടുക്കുന്നു, അത് മാത്രമല്ല എനിക്ക് വല്ലാതെ തണുക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പപ്പിയോട് സത്യ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സ്വെറ്റർ എടുത്തിട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ബാഗിൽ നിന്ന് ആ സ്വെറ്റർ എടുത്ത് അവർ രണ്ടുപേരും ഇടുന്നു. അതിനുശേഷം ഇന്ന് നടക്കാം എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറഞ്ഞു, എനിക്ക് വയ്യ സത്യ, എൻ്റെ കാലിന് നല്ല വേദന എടുക്കുന്നുണ്ട്, ഇനിയും കുറേ ദൂരം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യ ചോദിച്ചു, പിന്നെ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? കുറേ ദൂരം നടക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വണ്ടിക്ക് പോയാലോ എന്ന് ചോദിച്ചു. വണ്ടിക്കോ? അതെങ്ങനെ വണ്ടിക്ക് പോവാ എന്ന് ചോദിച്ചപ്പോൾ പപ്പി പറഞ്ഞു, സത്യയുടെ രൂപയുണ്ടല്ലോ എന്ന് ചോദിച്ചതും അതൊക്കെ ഉണ്ട്, പക്ഷെ വണ്ടി എവിടെ? വണ്ടി ഇല്ലല്ലോ, ഇവിടെയെങ്ങും വണ്ടി കാണുന്നില്ലല്ലോ എന്ന് സത്യ പപ്പിയോട് പറഞ്ഞു. അപ്പോഴാണ് അതുവഴി ഒരു കാറ് വരുന്നത് കണ്ടത്. സുസ്മിത അവിടേക്ക് ട്രിപ്പിന് വന്നിട്ട് തിരിച്ചു മടങ്ങുന്ന സമയത്ത് ആ വണ്ടിയാണ് അതിലെ വന്നുകൊണ്ടിരുന്നത്. സുസ്മിതയുടെ വാഹനം കണ്ടപ്പോഴേക്കും പപ്പി വളരെ സന്തോഷത്തോടെ സത്യയോട് പറഞ്ഞു, ആ വണ്ടിക്കാരോട് നമുക്ക് ചോദിക്കാം, നമ്മളെ ഒന്ന് സഹായിക്കുമോ എന്ന്. അത് കേട്ടപ്പോഴേക്കും സത്യ പറഞ്ഞു, അവരൊക്കെ ദുഷ്ടരാണെങ്കിലോ എന്ത് ചെയ്യും, അവര് നല്ല ആൾക്കാരല്ലെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ നല്ല ആൾക്കാരാണേ, നമുക്ക് കൈ നീട്ടി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ആ കാറിന് നേരെ കൈ നീട്ടി. ഈ സമയത്ത് സുസ്മിത ഡ്രൈവർ ചോദിച്ചു, മേഡം മേഡം എന്ന് വിളിച്ചപ്പോഴേക്കും എന്താടോ ആ കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ വണ്ടി കൊണ്ടുപോടും, സ്കൂളിൽ പോകാതെ ആരെങ്കിലും
പിള്ളേർ രക്ഷകർത്താക്കളെ പറ്റിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട, താൻ വിട്ടോ എന്ന് പറഞ്ഞ് സുസ്മിത കാർ എടുക്കാനായി പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് കുട്ടികളിൽ ഒരാളെ പെട്ടെന്നൊന്ന് മിന്നായം പോലെ സുസ്മിത ശ്രദ്ധിച്ചത്. ആ കുട്ടിയുടെ മുഖം അപ്പോഴാണ് സുസ്മിത മനസ്സിലാക്കിയത്. അന്ന് സത്യഭാമയുടെ പിറന്നാൾ ഫംഗ്ഷന് പപ്പി എന്ന് വിളിക്കുന്ന ആ കുട്ടിയെ ശ്യാമയുടെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ് സത്യഭാമയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയതും ആ സമയത്ത് സുസ്മിതയ്ക്ക് അന്ന് ജ്യൂസ് കൊടുത്തപ്പോൾ സുസ്മിത ആ ജ്യൂസ് തട്ടിക്കളഞ്ഞ് ആ കുട്ടിയുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് ശ്യാമയുടെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ് സത്യഭാമയെ വെല്ലുവിളിച്ചതുമായിട്ടുള്ള രംഗങ്ങൾ സുസ്മിത ഓർമ്മിച്ചെടുത്തു. അതെല്ലാം ഓർത്തുകൊണ്ട് സുസ്മിത അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, ഡോ വണ്ടി നിർത്ത്, ആ കുട്ടികൾ അരികിലേക്ക് വിട്. എന്താ മാഡം എന്ന് ഡ്രൈവർ ചോദിച്ചപ്പം, എടോ മനസാക്ഷി വേണ്ടേ, 2 കൊച്ചു പിള്ളേരല്ലേ എന്ന് ചോദിച്ച് സുസ്മിത കാറ് കുട്ടികൾക്ക് അരികിലേക്ക് കൊണ്ടുപോകാൻ അറിയിച്ചു. വേഗം തന്നെ അയാൾ വണ്ടി നിർത്തി റിവേഴ്സ് ഇട്ട് വേഗം കുട്ടികൾക്ക് അരികിലേക്ക് എത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സുസ്മിത ഇരുവരെയും നോക്കി. എന്നിട്ട് പപ്പിയുടെ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു, മോൾക്ക് ഈ ആൻറ്റിയെ മനസ്സിലായോ? അപ്പോഴേക്കും പപ്പി സുസ്മിതയെ കണ്ടതും പെട്ടെന്ന് ഭയത്തോടെ നോക്കി. അന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആളാണെന്നുള്ള കാര്യം അപ്പോഴാണ് പപ്പിക്ക് മനസ്സിലായത്. പപ്പി അത് ഓർത്തുകൊണ്ട് ആകെ പേടിച്ചു നിൽക്കുമ്പോൾ സുസ്മിത പറഞ്ഞു, എനിക്ക് മനസ്സിലായി, മോളുടെ ഈ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്നെ മോൾക്ക് മനസ്സിലായെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പപ്പി പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പപ്പി വേഗം തന്നെ സത്യയോട് പറഞ്ഞു, സത്യം നീ പറഞ്ഞ ശരിയാ, ഇവര് ദുഷ്ട. അത് കേട്ടപ്പോഴേക്കും സത്യ പറഞ്ഞു, അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, പൊക്കോ എന്ന് സത്യം പറഞ്ഞു. അപ്പോഴേക്കും സുസ്മിത സത്യം നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ ഫ്രണ്ട് എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ, ഈ ആൻറ്റി ദുഷ്ടയാണെന്ന്. അല്ലേ ദുഷ്ട? എനിക്ക് മനസ്സിലായി. അതെ നിങ്ങളിപ്പോൾ എവിടെ പോകാനാണ് വന്നത്, എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സത്യയോട് പപ്പി പറഞ്ഞു, വേണ്ട തൽക്കാലം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ വന്നത്, ഇപ്പോൾ സ്കൂളിൽ നിന്ന് ചാടി ഇറങ്ങി പോകുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ പപ്പിയോടും സത്യ പറഞ്ഞു, അതെ ഞങ്ങൾ സ്കൂളിൽ നിന്നും ചാടി പോകുന്നതല്ല, ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത പറഞ്ഞു, അവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ 2 പേരും സ്കൂൾ യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് 2 പേരും കൂടി സ്കൂളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ നിമിഷം 2 പേരെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന കാണണോ? എൻ്റെ കയ്യിൽ ഭാമാൻ്റിയുടെ നമ്പറുണ്ട്, ഭാമാൻ്റിയെ വിളിച്ച് ഞാൻ പറയട്ടെ പപ്പി ഇതിൽ നടപ്പുണ്ടായെന്ന്. എന്നാൽ ഈ നിമിഷം ഇവിടേക്ക് ഭാമാൻ്റി ഓടിയെത്തും. എന്താ കാണണോ? നിങ്ങളെ 2 പേരെയും പോലീസും പിടിച്ചുകൊണ്ട് പോകും. ആ ഒരു വഴി കാണിച്ചു തരണോ? എന്താ? എനിക്ക് നിങ്ങളെ ഈ നിമിഷം ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിയൊക്കെ എനിക്കറിയാം എന്ന് സുസ്മിത പറയുമ്പോൾ 2 പേരും ആകെ പേടിച്ചു നിന്നു. അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു, എന്താ കാര്യം, എന്തിനവിടെ വന്നെന്ന് പറയുകയാണെങ്കിൽ ഞാനിത് ആരോടും പറയില്ല എന്ന് സുസ്മിത 2 പേരോടും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാമാൻ്റിയോട് പറയുന്നുള്ള സുസ്മിതയുടെ ഭീഷണി കേട്ടി പപ്പി പറഞ്ഞു, ആൻറ്റി വേണ്ട, സത്യാമ്മയെ വിളിക്കണ്ട, സത്യാമ്മ അറിഞ്ഞാൽ ഞങ്ങൾ പടം വരയ്ക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പടം വരയ്ക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും സുസ്മിതയ്ക്ക് ആകെ സംശയമായി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഭാമാനിക്ക് താല്പര്യമില്ലാത്ത എന്തോ കാര്യമാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, എന്തായാലും ഈ കുട്ടികളെ ഭാമാനിക്ക് താല്പര്യമില്ലാത്ത കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എനിക്ക് ഗുണമുള്ളത് തന്നെയാണ്. എന്തായാലും ഇവരെ സഹായിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം ആലോചിച്ച് സുസ്മിത അവർ ഇരുവരോടുമായി ചോദിച്ചു, എന്ത് പടാ വരയ്ക്കാൻ പോകുന്നത്, എവിടെയാണ് നിങ്ങൾ പോകുന്നത് എന്ന് അന്വേഷിച്ചു. സത്യ പറഞ്ഞു, ഇവിടെ ഒരു ആർട്ടിസ്റ്റ് അങ്കിളുണ്ട്, അങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് കേട്ടതും അത് ശരി, അപ്പോൾ ആർട്ടിസ്റ്റ് അങ്കിളുടെ വീട്ടിലേക്കാണോ നിങ്ങൾ പോകുന്നത്, നിങ്ങൾക്ക് വീടൊക്കെ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു, അറിയാം, വഴി അറിയാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി 2 പേരും കയറിക്കോ, ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞ് സുസ്മിത ഇരുവരെയും തൻ്റെ കാറിൽ കയറ്റി അവിടുന്ന് പുറപ്പെട്ടു. സത്യയ്ക്കും പപ്പിക്കും വളരെയേറെ സന്തോഷമാണ്. ഈ സമയത്താണ് സത്യഭാമയും പത്മിനിയും കൂടി സുസ്മിതയുടെ കാറിൽ പോയ അതേ സമയത്ത് തന്നെ അവിടേക്ക് ശ്രീരഞ്ജിനിയും സംഘവും എത്തിച്ചേർന്നു. അവിടെ വന്ന് എല്ലായിടത്തും നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെയെങ്ങും ആരും ഇല്ലെന്നാണ് തോന്നുന്നത്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വണ്ടിയും എടുത്ത് വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ശാലിനി അനുപല്ലവിയോടൊപ്പം മീൻപാറയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ശാലിനി വീണ്ടും സത്യയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. കോള് റിങ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞേക്കുന്നതിനാൽ ശാലിനി ആകെ നിരാശയിലായി. അപ്പോഴാണ് ഇരുവരും പോകുന്നതിടയ്ക്ക്
സുസ്മിത രണ്ടുപേരോടുമായി ചോദിച്ചു. നിങ്ങളുടെ ഈ ഫോണൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അന്വേഷിച്ചു. പപ്പി എപ്പോഴേക്കും പറഞ്ഞു, സത്യയുടെ കയ്യിലുണ്ട് ഫോണ്. അത് കേട്ടതും സുസ്മിത ചോദിച്ചു, അല്ല ഫോണൊക്കെ ആയിട്ടാണോ ഇങ്ങനെ ഒളിച്ചോടി പോരുന്നത്? അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു, അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഉടനെ സുസ്മിത ചോദിച്ചു, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലും അത് സംശയം ഉണ്ടാക്കില്ലേ? ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ആലോചിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു, സ്കൂളിലാണെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലേ വെക്കാറ് എന്ന് സത്യ ചോദിച്ചപ്പോൾ ഓ അത് ശരി എന്ന് സുസ്മിത ചോദിച്ചിട്ട് പെട്ടെന്ന് മനസ്സിൽ ചിന്തിച്ചു. കാഞ്ഞ ബുദ്ധിയാണല്ലോ. ഓ ഇത് ആരുടേതാണോ ഈ വിത്ത് എന്നിങ്ങനെ ആലോചിച്ച് സുസ്മിത ഇങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയെ ടെൻഷനോടെ സത്യയുടെയും പപ്പിയുടെയും ഈ തിരോധാനം അവരെങ്ങോട്ട് പോയെന്നറിയാത്ത ആശങ്കയിൽ ശാലിനി അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രോഹിത്തും ശ്യാമയും ഭീഷ്ണുവും മീൻപാറയിൽ കുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ മീൻപാറ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൃത്യമായും വിജയ് മോഹൻ എന്ന് പറയുന്ന ആളുടെ വീട്ടുമുറ്റത്തേക്ക് സുസ്മിയുടെ കാറ് വന്നിരുന്നത്. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും ആ സിറ്റൗട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ചെയറിലിരിക്കുന്നത് സത്യ കണ്ടു. പെട്ടെന്ന് സത്യ പറഞ്ഞു, ദാ പപ്പി ആർട്ടിസ്റ്റ് അങ്കിള് എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഒരേ സന്തോഷമായി. സുസ്മിത കാറിൽ നിന്നിറങ്ങി വേഗം വിജയമോഹൻ്റെ അരികിലേക്ക് ചെന്നു. ആർട്ടിസ്റ്റ് വിജയമോഹനല്ലേ എന്ന് സുസ്മിത ചോദിച്ചതും അതെ, ആരാ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു, എന്നെ നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷേ നിങ്ങളറിയാവുന്ന 2 പേര് കൂടി എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ രണ്ടുപേരും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർ രണ്ടുപേരും ആർട്ടിസ്റ്റിൻ്റെ അരികിലേക്ക് ചെന്നു. ഉടനെ ഇരുവരെയും കണ്ടതോടെ ആഹാ കുട്ടികളെ എന്ന് പറഞ്ഞ് ഇരുവരെയും നോക്കി. അപ്പോഴേക്കും രണ്ടുപേരും കണ്ണു നല്ല പരിചയമുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പടം വരച്ചു തരാമോ എന്ന് ചോദിച്ച് ആർട്ടിസ്റ്റ് അങ്കിളിനെ കൊണ്ട് വരപ്പിച്ച കാര്യം ഓർമ്മിച്ചു. കുട്ടികളെ നിങ്ങളോ എന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹം ചോദിക്കുമ്പോൾ ഉടനെ പപ്പി സത്യയോട് പറഞ്ഞു, സത്യ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആർട്ടിസ്റ്റ് അങ്കിളിന് മനസ്സിലാവുമെന്ന് എന്ന് പപ്പി പറയുമ്പോൾ പെട്ടെന്ന് സുസ്മിത സംശയിച്ചു. ആഹാ ഇവരെ അയാൾക്ക് മനസ്സിലായല്ലോ എന്ന് സുസ്മിത സംശയത്തോടെ നിൽക്കുമ്പോൾ വിജയമോഹൻ ചോദിച്ചു, അല്ല കുട്ടികളെ നിങ്ങളെന്താ എവിടെ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും സുസ്മിതയെ നോക്കി. അതെ, നിങ്ങളുടെ വീട് അന്വേഷിച്ച് ഇങ്ങോട്ട് തനിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് വഴി വെച്ച് ഞാൻ ഇവരെ കണ്ടത്. അതുകൊണ്ട് ഇവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു പോന്നു. ഇവർക്ക് എന്തോ പടം വരച്ച് കിട്ടണമെന്നാണ് പറഞ്ഞത്. ആ പടം അങ്ങ് വരച്ച് കൊടുത്തേക്ക് എന്ന് സുസ്മിത പറഞ്ഞു. അപ്പോഴേക്കും വീണ്ടും ആർട്ടിസ്റ്റ് ചോദിച്ചു, അല്ല എന്താ മക്കളെ, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾക്ക് വരച്ചു തന്ന ആ പടമില്ലേ, അതാ വേണ്ടത്, അതൊന്ന് വരച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ ആ പടം വരച്ചു തന്നാണല്ലോ. അപ്പോൾ ഉടനെ സത്യ പറഞ്ഞു, ആ പടം അന്ന് ആ പോലീസുകാരൻ കീറിക്കളഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓ ആ ദുഷ്ടൻ കീറിക്കളഞ്ഞിരുന്നു അല്ലേ, നിങ്ങളെ കാണിക്കാതെ അത് അന്നേ കളഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു, അതെ, അത് ചുരുട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വേഗം തന്നെ വിജയമോഹൻ ചോദിച്ചു, അല്ല ആരാ ആ പേപ്പർ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞത് എന്ന് സുസ്മിത സംശയത്തോടെ അത് ചന്ദ്രബോസ് ആയിരിക്കുമെന്ന് മനസ്സിലായതോടെ സുസ്മിത ചോദിച്ചു, ആരാ അത്? അപ്പോഴേക്കും വിജയമോഹൻ പറഞ്ഞു, ഓ ഒരു ACP ഉണ്ടെന്നേ അവിടെ, ആ മനുഷ്യൻ അവിടെ വന്ന് കുട്ടികൾക്ക് ഞാൻ വരച്ചു കൊടുത്ത പടം വരച്ചു കയറി ദൂരെ എറിഞ്ഞു. അപ്പോഴേക്കും സുസ്മിതയ്ക്ക് മനസ്സിലായി അത് ചിറ്റപ്പൻ തന്നെയാണെന്ന്. പെട്ടെന്ന് സുസ്മിത ചോദിച്ചു, അതാരാ ഈ കുട്ടികൾ പറഞ്ഞ ആ ACP ആരാ എന്ന് ചോദിച്ചപ്പോൾ വിജയമോഹൻ പറഞ്ഞു, ഓ അഴിമതിക്കും നെറുകേടിനും തട്ടിപ്പിനുമൊക്കെ അതുപോലെ തന്നെ കൈക്കൂലിക്കുമൊക്കെ പേര് കേട്ട ഒരുത്തനുണ്ടെന്നേ, ഒരു ACP ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അയാളാണ് പാവം കുട്ടികളുടെ ആ പടം വാങ്ങിച്ച് കീറിക്കളഞ്ഞത്. അപ്പോഴേക്കും ചന്ദ്രബോസിനോട് കുട്ടികൾ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ആ പടം ഒന്നുകൂടി അങ്കിള് വരച്ചു തരുമോ, അതിനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഉടനെ സുസ്മിതായ സംശയത്തോട് ചോദിച്ചു, അല്ല എന്ത് പടമാണ് കുട്ടികൾ പറയുന്നത്? അതെ, ഞാൻ പോലീസുകാർക്ക് ഈ രേഖാചിത്രം വരച്ചു കൊടുക്കാറുണ്ട്, അതുപോലെ ഒരു ചിത്രം ഇവർക്ക് വരച്ചു കൊടുക്കുന്ന കാര്യം കുട്ടികൾ പറയുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് സുസ്മിത ചോദിച്ചു, ആരുടെ പടവാ, കാണാതായ ഏത് പെൺകുട്ടിയുടെ പടവാ എന്ന് ചോദിച്ചപ്പോൾ വേഗം സത്യ പത്മിനിയോട് പറഞ്ഞു, പപ്പി ആ ഫോട്ടോ ഒന്ന് എടുത്ത് കാണിക്കേ. വേഗം പപ്പി തൻ്റെ കയ്യിലുള്ള ഫോട്ടോ സുസ്മിതയുടെ നേരെ കാണിച്ചു. സുസ്മിത വാങ്ങിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ഓ ഈ പെൺകുട്ടിയാണോ നീ കാണാതെ പോയെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ നല്ല കണ്ട് മുഖപ്പരിചയമുള്ളത് പോലെ നല്ല കുട്ടി എന്ന് പറഞ്ഞു,
എന്തായാലും കുട്ടികളുടെ ആവശ്യമല്ലേ, ഇതൊന്ന് വരച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വേഗം ആർട്ടിസ്റ്റിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും ആ ഫോട്ടോയിലേക്ക് നോക്കി അങ്ങനെ അദ്ദേഹം നോക്കിയിരിക്കുമ്പോൾ ശാലിനി ആകെ ടെൻഷനോടെ കുട്ടികളെ കാണാത്തതിൻ്റെ വിഷമത്തിൽ മീൻപാറയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഉടനെ തന്നെ ചന്ദ്രബോസ് ആ ഫോട്ടോ കൊടുക്കാതിരുന്നതിനെക്കുറിച്ച് വിജയമോഹൻ ചോദിച്ചു. അല്ല, ഞാനിനി ഈ പടം വരച്ചു കൊടുത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഈ കുട്ടികൾ പടം കണ്ട എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കുമോ അന്ന് ACP അത് കാണിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങളിത് വരച്ചു കൊടുത്തോ. ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഈ രാഷ്ട്രീയത്തിലും പോലീസിലുമൊക്കെ നല്ല പിടിപാടുള്ള ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, സത്യം തന്നെയാണല്ലോ അല്ലേ, ഈ ചന്ദ്രബോസിനെ പോലെയുള്ള ആളൊന്നും അല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല എന്ന് സുസ്മിത ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്നാൽ ശരി, നമുക്ക് അകത്തിരിക്കാം എന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി ചന്ദ്രമോഹൻ്റെ ആർട്ടിസ്റ്റ് വിജയമോഹൻ്റെ വീട്ടിലേക്ക് കയറണം. ഈ സമയത്ത് വിഷ്ണു ലോഹിത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട് ലക്ഷ്യം വെച്ച് അത് മീൻപാറ ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആർട്ടിസ്റ്റ് ശാലിനിയുടെ ആ പഴയ ചിത്രം വെച്ച് ആ രേഖാചിത്രം വരച്ചു തുടങ്ങി. സുസ്മിതയും കുട്ടികളും ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ശാലിനി കുഞ്ഞുങ്ങളെ കണ്ടെത്താനായി മീൻപാറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ഒപ്പം തന്നെ അവിടെ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലേക്കാണ് കുട്ടികൾ എത്തിയതെന്നറിയാതെ ശ്രീരഞ്ജനിയും സംഘവും എവിടേക്കാണ് കുട്ടികൾ പോയതെന്ന ആശങ്കയോടെ അവിടെ എല്ലായിടത്തും അന്വേഷണം തുടരുന്നു.